ഇന്നത്തെ നമ്മുടെ വീഡിയോ ഉരുളൻകിഴങ്ങ് കൊണ്ട് ഈസി ആയിട്ടുണ്ടാക്കാവുന്ന ഒരു പത്തിരിയുടെ റെസിപ്പിയാണ്. ഇത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു പത്തിരിയാണ്. പത്തിരി മടക്കിയെടുക്കുന്നതിൻ്റെ ഭാഗം ഈ വീഡിയോയിൽ കാണുമ്പോൾ തന്നെ നിങ്ങൾക്കത് മനസ്സിലാകും. ഇനി നമുക്ക് റെസിപ്പി ഒന്ന് കണ്ടു നോക്കാം. നിങ്ങൾക്ക് എൻ്റെ റെസിപ്പീസ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇതിലേക്ക് 2 ഉരുളൻകിഴങ്ങ് എടുക്കുന്നുണ്ട്. ഇത് ക്ലീൻ ചെയ്തതിന് ശേഷം ചെറുതായി മുറിച്ചെടുത്തു. ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കണം. ഇതിലിപ്പോൾ ഞാൻ വെള്ളമൊന്നും ചേർക്കാതെയാണ് അരക്കുന്നത്. ആവശ്യമെങ്കിൽ 1-2 ടേബിൾ സ്പൂൺ വെള്ളം ചേർക്കാം. ഇപ്പം ഇത് നന്നായി അരച്ചെടുത്തു. ചില പൊട്ടറ്റോ നമ്മൾ അരച്ചെടുക്കുന്ന ടൈമിൽ നീര് കുറവുണ്ടെങ്കിൽ 1-2 ടേബിൾ സ്പൂൺ വെള്ളം ചേർക്കേണ്ടി വരാറുണ്ട്. ഇതിൽ ഞാനിപ്പോൾ വെള്ളമൊന്നും ചേർത്തിട്ടില്ല. ഇനി നമുക്കിതൊന്ന് അളവെടുത്തൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. 250 ml കപ്പ് കൊണ്ട് 2 കപ്പ് പൊട്ടറ്റോയുടെ ക്രീമാണ് നമുക്കിതിൽ നിന്ന് കിട്ടിയത്. ഇനി ഇതിലേക്ക് 6 അല്ലി വെള്ളുള്ളിയും ചെറിയൊരു കഷ്ണം ഇഞ്ചിയും 3 പച്ചമുളകും എടുക്കുന്നുണ്ട്. ഇതിൽ നിർബന്ധമുള്ള റെസിപ്പിയല്ല. ഈ പത്തിരിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടി ചേർക്കുന്നതാണ്. നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്യാം. ഇനി നമുക്കിതൊന്ന് ചതച്ചെടുക്കണം. ഇനി നമ്മൾ പത്തിരി ഉണ്ടാക്കിയെടുക്കുന്ന പാത്രത്തിൽ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്തതിന് ശേഷം നമ്മൾ ചതച്ചെടുത്ത ചില്ലി ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചെറിയ തീയിൽ വെച്ച് ഇതിൽ നിന്ന് നല്ല സ്മെല്ല് വരുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇപ്പം ഇതിൽ നിന്ന് നല്ല സ്മെല്ലും വരാൻ തുടങ്ങി. ഇനി നമുക്കിതിലേക്ക് നമ്മൾ മാറ്റി വെച്ച പൊട്ടറ്റോയുടെ ക്രീം ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കണം. ഇനി മിക്സിയുടെ ജാറ് വാഷ് ചെയ്തെടുത്ത 1/2 കപ്പ് വെള്ളവും ഈ ടൈമിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ടൈമിൽ ഇതിൽ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കണം. കളർ വേണമെന്നുള്ളവർക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർക്കാം. ഞാൻ ഇതിൽ മഞ്ഞൾപ്പൊടി ചേർക്കുന്നില്ല. ഇനി ഇത് ഇളക്കി കൊടുത്ത് തന്നെ തിളപ്പിച്ചെടുക്കണം. നമ്മളിത് റെഡിയാക്കി എടുക്കുമ്പോൾ ചെറിയ തീയിൽ വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. തിളച്ചു കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് കുറുകി കിട്ടും. നന്നായി കട്ടിയാവുന്നത് വരെ ഇളക്കി കൊടുക്കണം. ഇപ്പം നമ്മൾ വേവിക്കാൻ വെച്ചിരുന്ന ഉരുളൻകിഴങ്ങ് വെന്ത് നന്നായി കുറുകി വന്നു. ഇനി ഇതിലേക്ക് 1/2 കപ്പ് അരിപ്പൊടി എടുക്കണം. പത്തിരിക്ക് ഉപയോഗിക്കുന്ന നൈസായ അരിപ്പൊടിയാണ് നമ്മൾ എടുക്കേണ്ടത്. ഇനി ഇതിലേക്ക് അരിപ്പൊടി ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കണം. ഈ ടൈമിൽ ഞാൻ അടുപ്പ് ഓഫ് ചെയ്തിട്ടില്ല. ചെറിയ തീയിൽ വെച്ചാണ് ഇത് നമ്മൾ മിക്സ് ചെയ്തെടുക്കുന്നത്. ഞാൻ ഈ ടൈമിൽ വറുക്കാത്ത അരിപ്പൊടി ഉപയോഗിച്ചാണ് പത്തിരി ഉണ്ടാക്കുന്നത്. വറുത്ത അരിപ്പൊടിയും നമുക്കിതിനു വേണ്ടി ഉപയോഗിക്കാം. ഇപ്പം ഇത് റെഡിയായി. ഇനി നമുക്ക് അടുപ്പ് ഓഫ് ചെയ്യാം. ഇപ്പം ഇതിൽ വെള്ളത്തിൻ്റെ അളവും കറക്റ്റാണ്. എനിക്കിതിൽ ഈ ടൈമിൽ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ റെഡിയാക്കി എടുക്കുമ്പോൾ വെള്ളം കുറവുണ്ടെങ്കിൽ ഈ ടൈമിൽ അല്പം ചൂടുവെള്ളം ചേർത്ത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇത് 2 മിനിറ്റ് അടച്ചു വെക്കണം. ഇപ്പം 2 മിനിറ്റ് കഴിഞ്ഞു. നമ്മൾ കയ്യിൽ വെച്ച് ഉരുട്ടിയെടുക്കുമ്പോൾ നമ്മുടെ കയ്യിലൊന്നും ഇത് ഒട്ടിപ്പിടിക്കുന്നില്ല. ഇനി നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. ഇത് നമ്മൾ കുഴച്ചെടുക്കുമ്പോൾ സാധാരണ പത്തിരിക്ക് കുഴക്കുന്ന പോലെ ഒരുപാട് വെള്ളം തെളിച്ചൊന്നും കുഴച്ചെടുക്കരുത്. ഇടയ്ക്കിടെ കൈ ഒന്ന് നനച്ചെടുത്തതിന് ശേഷം കുഴച്ചെടുത്താൽ മതി. ഇപ്പം ഇത് റെഡിയായി. വീഡിയോ ലോങ് ആവാതിരിക്കാൻ ഞാൻ കുഴച്ചെടുക്കുന്നതിൻ്റെ മെയിൻ ഭാഗങ്ങളെ കാണിക്കുന്നുള്ളൂ. ഇനി അല്പം പൊടി വിതറിയതിന് ശേഷം ചെറിയ ഉരുളകളാക്കി നമുക്കിതൊന്ന് ഉരുട്ടിയെടുക്കാം. ഞാനിത് ചെറിയ ഉരുളകളാണ് ആക്കിയെടുത്തത്. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇതിൻ്റെ വലിപ്പം കൂട്ടുകയും കുറക്കുകയും ചെയ്യാം. ഇപ്പം നമ്മുടെ ഉരുളകളെല്ലാം ഇവിടെ റെഡിയായി. ഇതിൽ നിന്ന് 22 പത്തിരിക്കുള്ള ഉരുളകളാണ് ഞാൻ റെഡിയാക്കിയെടുത്തത്. ഇനി നമുക്ക് ഈ ഉരുളകൾ പൊടിയിൽ നന്നായി പൊതിഞ്ഞെടുത്തതിന് ശേഷം നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. ഇപ്പോൾ ഒരു പത്തിരിവട റെഡിയായി. ഇതിൽ കൂടുതലുള്ള പൊടികളെല്ലാം തട്ടിക്കളഞ്ഞതിന് ശേഷം ഞാനിതൊരു പാത്രത്തിലേക്ക് മാറ്റി. ഇനി പത്തിരി ഉണ്ടാക്കിയെടുക്കാൻ അറിയാത്തവർക്കും എളുപ്പത്തിൽ പത്തിരി ഉണ്ടാക്കിയെടുക്കാനുള്ളൊരു മെത്തേഡും ഞാനിവിടെ കാണിക്കാം. 2 കഷ്ണം പ്ലാസ്റ്റിക് കവർ മുറിച്ചെടുത്തതിന് ശേഷം ഓയിൽ പുരട്ടിയെടുക്കണം.
ഇനി ഇതിന് മുകളിൽ നമ്മൾ ഉരുട്ടിയെടുത്ത മാവ് വെച്ചതിന് ശേഷം പ്ലാസ്റ്റിക് കവർ കൊണ്ട് മൂടി 2 സൈഡും പ്രസ് ചെയ്തെടുക്കണം. ഇങ്ങനെ പരത്തിയെടുക്കാൻ അറിയാത്തവർക്കും നല്ല റൗണ്ട് ഷേപ്പിൽ തന്നെ ഈസിയായി പത്തിരി പരത്തിയെടുക്കാൻ കഴിയും. ഇനി പത്തിരിയുടെ 2 സൈഡിലും അല്പം പൊടി വിതറിയതിന് ശേഷം നന്നായി തുടച്ചെടുത്ത് നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇപ്പം മുഴുവൻ പത്തിരിയും ഞാനിവിടെ പരത്തിയെടുത്തു. നന്നായി ചൂടായി വന്ന ചട്ടിയിലേക്ക് പത്തിരി ഇട്ട് കൊടുത്തതിന് ശേഷം 2 സെക്കൻഡ് കഴിഞ്ഞ് ഞാനിതൊന്ന് തിരിച്ചിട്ട് കൊടുത്തു. ഇപ്പോൾ ഒരു സൈഡ് റെഡിയായി വന്നു. ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ ഇത് നന്നായി പൊള്ളി വരാൻ തുടങ്ങി. ഇനി നമുക്ക് ചെറുതായി ഒന്ന് പ്രസ് ചെയ്തതിന് ശേഷം ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഞാനിതൊരു നെറ്റ് പാത്രത്തിലാണ് ചുട്ടുവെക്കുന്നത്. ഇങ്ങനെ നമ്മൾ പത്തിരി ചുട്ടുവെക്കുമ്പോൾ ഇതിൻ്റെ അടിഭാഗത്തുള്ള ഈർപ്പം ഈ പത്തിരിയുടെ അടിഭാഗത്ത് തങ്ങി നിൽക്കില്ല. ഇനി നമുക്കിത് അടച്ചു വെച്ചതിന് ശേഷം ബാക്കിയുള്ള പത്തിരിയും ചുട്ടെടുക്കാം. ഇപ്പം എല്ലാ പത്തിരിയും ഇവിടെ റെഡിയായി. നിങ്ങളെല്ലാം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റിയായൊരു റെസിപ്പിയാണ്. കഴിക്കാനും വളരെ സോഫ്റ്റാണ്. നിങ്ങൾക്ക് എൻ്റെ റെസിപ്പീസ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഇനിയും നല്ലൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. നിങ്ങൾക്കെല്ലാം നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്കെല്ലാം എൻ്റെ സലാം.